നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണം അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സമയം കൊടുത്ത് നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് ടൈം നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ആദ്യമേ ഒരുപാട് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ വെയിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, പിന്നെ അതിൻ്റേതായ ഫുഡ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ മേഖലയിൽ നമുക്ക് കോൺക്രീറ്റ്, സിമൻറ്റ്, സ്റ്റീൽ ഇതിനൊക്കെ പ്രോപ്പറായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അതിനോട് തന്നെ കോൺക്രീറ്റിൽ നമ്മൾ അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ഓൺ ചെയ്ത് സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പുട്ടിയിടാൻ പറ്റത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പ്ലാസ്റ്ററിങ്ങിൽ ക്യൂറിങ് കൊടുക്കണം. ക്യൂറിങ് കൊടുത്ത് മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ക്യൂറിങ് ചെയ്ത് മൊത്തത്തിൽ ഡ്രൈ ഓഫ് ആകണം. മൊത്തം ഡ്രൈ ഓഫ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പുട്ടിയിടാൻ പാടുള്ളൂ. ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാനിങ്, അതുപോലെ എക്സിക്യൂഷൻ എല്ലാം പ്രോപ്പറായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. മിനിമം 50 വർഷമെങ്കിലും ഒരു സ്ട്രക്ചർ നിലനിൽക്കണം എന്നുള്ള രീതിയിലായിരിക്കണം ഓരോ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഓരോ വർക്കും നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക, അതിൻ്റേതായ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക.